ഹലോ, ഗുഡ് മോർണിംഗ്. എന്താണ് രാവിലെ എഴുന്നേറ്റ് എല്ലാവരുടെയും പരിപാടി? എൻ്റെ രാവിലത്തെ പരിപാടി നമ്മുടെ ഗാർഡനിലേക്ക് ഇറങ്ങുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ. മറ്റൊന്നുമല്ല, നമ്മളെ നട്ട് നനച്ച പൂക്കൾ വളർന്ന് ചെടികളൊക്കെ വളർന്ന് മുട്ടിട്ട് പൂവിട്ടൊക്കെ കാണുമ്പോൾ ഉള്ള കിട്ടുന്ന ഒരു സന്തോഷം രാവിലെ മറ്റെന്ത് കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ രാവിലെ എൻ്റെ ഗാർഡനിലേക്ക് ഇറങ്ങി ചെടികളെയൊക്കെ നോക്കാറാണ് അപ്പോൾ അത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനിങ്ങനെ നമുക്ക് ഒരുപാട് ഏരിയാസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ചട്ടി വെക്കാം. അപ്പോൾ ഞാൻ അവിടെ എല്ലാം ഇങ്ങനെ പരിധി നടക്കും രാവിലെ. അപ്പോൾ ബൊഗൈൻവില്ലയെല്ലാം നല്ല സൂപ്പറായിട്ട് പൂവിട്ട് നിൽപ്പുണ്ട്. ഇപ്പം ബൊഗൈൻവില്ലയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ നന്നായി പൂടുന്ന ഒരു സമയമാണ്. എവിടെ നോക്കിയാലും ഏത് നഴ്സറികളിൽ പോയാലും ബൊഗൈൻവില്ല മാത്രമേ കാണാനുള്ളൂ. അപ്പോൾ ഞാൻ സൂര്യനെ നോക്കി കുറച്ച് നേരം ഇങ്ങനെ നിന്നു. അത് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് നമ്മുടെ റോസപ്പൂ നന്നായിട്ട് പൂവിട്ട് നിൽക്കുന്നത് കണ്ട്. നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല സൂപ്പർ മണമാണ്, നല്ല ഡാർക്ക് റെഡുമാണ്. അത് കഴിഞ്ഞതാ ഞാനിങ്ങനെ നടക്കുകയാണ്. ഇന്ന് ഏതൊക്കെ ചെമ്പരത്തി വിരിഞ്ഞു. കഴിഞ്ഞ ദിവസം നഴ്സറി പോയ വാങ്ങി വെള്ള ചെമ്പരത്തി ഇന്ന് വിരിഞ്ഞു കേട്ടോ. നല്ല വലുപ്പമുള്ള പൂവാണ്, നല്ല ഭംഗിയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ നടന്ന് ചെമ്പരത്തിയുടെ ഇലകളിലൊക്കെ പുഴുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കുകയാണ് എൻ്റെ രാവിലത്തെ പരിപാടി. പുഴുണ്ടെങ്കിൽ ഞങ്ങൾ വേപ്പെണ്ണയാണ് മിക്സ് ചെയ്ത് അടിച്ച് കൊടുക്കാറ്. വേപ്പെണ്ണ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാറാണ് പതിവ്. അപ്പോൾ നല്ലതായിട്ട് ചെമ്പരത്തിയൊക്കെ വിരിഞ്ഞ് നിൽപ്പുണ്ട്. അത് കഴിഞ്ഞാൽ ഞാൻ താമരയുടെ അടുത്തേക്ക് പോവാണ്. നമുക്കൊരു 10-30 വെറൈറ്റി താമരയുണ്ട്. താമരയുടെ ട്യൂബേഴ്സ് സെയിലും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ട്യൂബേഴ്സ് നിലവിൽ കുറവാണ്, ഇനി ആയി വരണം. റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ സെയിൽ പോസ്റ്റ് ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ നാടൻ റോസും ഒരുപാട് പൂത്ത് നിൽപ്പുണ്ട്. അതിൽ നല്ല സുന്ദരി കുട്ടിയുടെ ഒരു മോർണിംഗ് ഗ്ലോറി വിരിഞ്ഞിട്ടുണ്ടെന്ന്. നല്ല ഭംഗിയാണല്ലേ മോർണിംഗ് ഗ്ലോറിയുടെ ആ കളറിന്. അതുപോലെ തന്നെ അഗ്ലോണിമയുടെ കുറച്ച് വെറൈറ്റീസും ഉണ്ട്. ഏകദേശം ഒരു 10-26 വെറൈറ്റീസെങ്കിലും കാണും. ഈ അഗ്ലോണിമയുടെ ഇലയുടെ ഭംഗി എന്ന് പറയുന്നത് ഒന്ന് വേറെ തന്നെയാണല്ലേ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ചായ കുടിച്ച് ഇങ്ങനെ ആസ്വദിച്ച് ഇരിക്കുകയാണ്.